49,000, 79,000, 89,000, 75,000, 95,000. നമ്മളടുത്ത് ഒരുപാട് എൻക്വയറി വരില്ല. 1,00,000 താഴെ അത്യാവശ്യം മൈലേജും അതേപോലെ തന്നെ യാത്രാ കംഫർട്ടൊക്കെ കിട്ടുന്ന വാഹനങ്ങൾ വെച്ചിട്ട് നമുക്ക് അധികം എൻക്വയറി വരില്ല. അങ്ങനെയുള്ള 2 വണ്ടികളായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. 1,00,000 താഴെ പറയുമ്പോൾ വെറും 89,000 2008 മോഡൽ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ലാത്ത ഫോർഡ് ഫിയസ്റ്റ. അതേപോലെ തന്നെ വെറും 95,000 2008 മോഡലിന് ഡീസൽ എഞ്ചിനിലെ റെനോൾട്ട് ലോഗണാണ്. ഫിയസ്റ്റൻ്റെ ഒക്കെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 2008 മോഡലാണെങ്കിലും സെക്കൻഡ് ഓൺഷിപ്പിലാണ് കിടക്കുന്നത്. നിലവിൽ റീപ്ലേസ്മെൻറ്റും ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. കമ്പനി പെയിൻ്റാണ് കിടക്കുന്നത്. വേറെ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. 4 ഡോർ പവറിൻ്റെ AC, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഈ വണ്ടിയിലുണ്ട്. അതേപോലെ തന്നെ വെറും 89,000 കിലോമീറ്ററാണ് നിലവിൽ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. 2008 മോഡൽ. ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ 2028 വരെ ഉണ്ട്. നമുക്ക് പുതിയ ഇൻഷുറൻസ് ചെയ്തിട്ട് വെറും 89,000 രൂപ കൊടുക്കുക. ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ലോഗൻ്റെ 2008 മോഡൽ 28 വരെ ഫിറ്റ്നസ്സൊക്കെ ഓക്കെയാണ്. ഡീസൽ എഞ്ചിനിലാണ്. മൈലേജൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 18-20 കിലോമീറ്ററൊക്കെ എന്തായാലും മൈലേജ് കിട്ടും. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഈ വണ്ടിയിലുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ പുതിയ ചെയ്താണ്. ടയറും കാര്യങ്ങളൊക്കെ ഒരു 40-50% എബോവ് ടയർ ഉണ്ട്. ഇത് നമുക്ക് പുതിയ ഇൻഷുറൻസ് ചെയ്തിട്ട് വെറും 95,000 രൂപക്ക് കൊടുക്കുക. അപ്പോൾ സെഡാൻ ടൈപ്പിലും ലോ ബഡ്ജറ്റിലൊക്കെ വണ്ടികൾ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴേക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ചോദിച്ചവർക്ക് 2 അൾട്ടോ ആയിട്ട് വന്നിട്ടുള്ള 2 ക്വാളിറ്റി ഉള്ള 2 അൾട്ടോ വെറും 79,000 2009 LXi അൾട്ടോ. അതേപോലെ തന്നെ 2006 മോഡലാണ്. കൊടുക്കണ വില വെറും 75,000. 2009 അൾട്ടോൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ LXi ആണ് ഓപ്ഷൻ. AC, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ സ്റ്റോക്കാണ്. വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല. ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 2009 ആയതുകൊണ്ട് തന്നെ 2029 വരെ ഫിറ്റ്നസ്സും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ടയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു 40-50% എബോവ് ടയർ ഉണ്ട്. ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 2006 മോഡലാണ്. 2006 മോഡൽ നമുക്ക് പുതിയ പേപ്പർ എടുത്തിട്ട് 5 വർഷത്തെ പുതിയ ടാക്സും അതേപോലെ തന്നെ പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് ഈ വണ്ടി കൊടുക്കുക. ഈ വണ്ടിയിൽ വേറെ പെൻഡിങ് വർക്ക് ഒന്നുമില്ല. LX ആണ് ഓപ്ഷൻ. AC വരുന്നുണ്ട്. വണ്ടിയിൽ ഇൻറ്റീരിയർ ആണ് എക്സ്റ്റീരിയർ ആണ് വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ വണ്ടി എടുക്കുന്നവർക്ക് പുതിയ ടെസ്റ്റ് എടുത്തിട്ട് വെറും 75,000 പേര് മാറി കൊടുക്കുക. അപ്പോൾ ഈ 2 വണ്ടികളുടെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴേക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വെറും 49,000 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു 2006 മോഡൽ ഒരു ഇൻഡിക സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഡീസലാണ് വണ്ടി. ബോഡിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്താണ്. വേറെ ഒന്നും ചെയ്യാല്ല. ബോഡിയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. 2006 27 വരെ ഫിറ്റ്നസ്സൊക്കെ ഉണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഒരു 50% എബോവ് ടയർ ഉണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിലും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. AC വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം ഉണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇൻറ്റീരിയറൊക്കെ സെക്കൻഡ് ഓൺഷിപ്പിലാണ് നിലവിലുള്ളത്. 2027 വരെ ഫിറ്റ്നസ് ഓക്കെയാണ്. ടയർ ഫ്രണ്ട് 2 ടയർ അത്യാവശ്യം 40-50% ടയർ ഉണ്ട്. ബാക്ക് ടയർ ആവറേജ് ഉള്ളൂ. അപ്പോൾ പുതിയ ഇൻഷുറൻസ് ചെയ്തിട്ട് നമുക്ക് വെറും 49,000 രൂപക്ക് കൊടുക്കുക വണ്ടി. അപ്പോൾ ഇന്ത്യക്കൊക്കെ നോക്കുന്ന ഡീസൽ ഇന്ത്യക്ക് അത്യാവശ്യം മൈലേജൊക്കെ കിട്ടുന്ന വണ്ടിയാണ്. ഒരു 18-20 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അപ്പോൾ മൈലേജും ഓടിച്ചു പഠിക്കുക അങ്ങനത്തെ പർപ്പസിനൊക്കെ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ്. അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് താഴേക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.